അന്ന കത്രീന ഈ പേര് കേൾക്കുമ്പോൾ പലർക്കും ഓർമ്മ വരുന്നത് ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന ആ സിനിമയിലെ ആ ഗാനം തന്നെയാണ് അപ്പങ്ങൾ എമ്പാടും എന്ന് തുടങ്ങുന്ന ഗാനം. മലയാളികൾക്ക് ഒരുപക്ഷെ വ്യത്യസ്തമായ ശബ്ദത്തിലുള്ളൊരു പ്ലേ ബാക്ക് സിംഗറിനെ കൂടി കിട്ടിയത് അന്ന കത്രീനയിലൂടെയാണ്. ഇപ്പം അന്ന ഇവിടെയുണ്ട്. വെൽക്കം ടു സൺഡേ ഫൺഡേ. ഹൗ ആർ യു? Good. How are you? I think we haven't met. No, we have not. Yeah. പക്ഷെ കുറേ കേട്ടിട്ടുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദിസ് ഓൾ അബൌട്ട്? ഇത് എത്ര നാളായി? ഇപ്പോൾ ഒരു more than a year. ഓക്കെ, എന്തായിരുന്നു പ്രചോദനം? I always wanted to do it, but then, you know, കല്യാണത്തിന് മുമ്പ് ഇത് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അമ്മ സമ്മതിക്കത്തില്ലായിരുന്നു. Okay. കല്യാണം നടക്കാൻ പാടാ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ. Okay. സോ പോസ്റ്റ് മാരേജ് ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞപ്പം ഹി വാസ് ലൈക്ക് കൂൾ. ഓക്കെ ഓക്കെ. ഈ ടേംസ് ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ കല്യാണത്തിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പം വേറെയുള്ള ടേംസ് എന്തായിരുന്നു അപ്പോൾ? that I will sing. Okay. I will have many babies. I will pierce. Okay. I will continue to have my tattoos. He's cool. ഇപ്പൊ എത്ര ടാറ്റൂ ചെയ്തു? പബ്ലിക്കലി ഞാൻ ഒരു ടാറ്റു ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ. My tattoos are very ബാക്കി വരും. വളരെ പേഴ്സണൽ ആണ് എൻ്റെ ടാറ്റൂസ്. ഓക്കെ, അപ്പൊ ബാക്കി പിന്നാലെ ഉണ്ടാവും. In its due course. Okay. Maybe I will reveal. ഞാൻ വിചാരിക്കുന്നു ഞാൻ വേറെ എന്തൊക്കെയാണ് ചോദിക്കണേ. ആദ്യം ഞാൻ ചെയ്യിപ്പിക്കണത് എന്താ വെച്ചാൽ പാട്ട് പാടിയിട്ട്. അതെ, ഞാൻ ഹാപ്പി. പൊതുവെ എല്ലാരും വിളിച്ചിരുത്തി ആദ്യം പാടുന്നത് അപ്പങ്ങളും പാടുമെന്ന്. രചന അങ്ങനെ തിരിച്ച് അപ്പങ്ങൾ എമ്പാടും വേണ്ട, എന്നാലും എനിക്കൊരാഗ്രഹം ഒരു പാട്ട് കേൾക്കാൻ. ഏതെങ്കിലും പാട്ട് മതിയോ? എനി സോങ്, യുവർ ഫേവറേറ്റ്. വിണ്ണിലെ ചേക്കേറാ കിളികൾ നാം മേൽ 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 വിണ്ണിലെ ചേക്കേറാ കിളികളായി വെറുതെ നാം ഇതിലേ അണയാം ഒന്നിതിലേ. സൂപ്പർ. ഞാൻ എന്താ പറയുക, എപ്പോഴും അനൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ എല്ലാവരും പറയണത് തന്നെയാണ് ഇറ്റ്സ് എ യൂണീക്ക് വോയിസ് എന്ന് പറയുന്നുണ്ടാവും. ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് സിംഗിങ്ങിലേക്ക് വരാൻ കാരണം എന്താ? അത് ചൂസ് ചെയ്ത് വന്നതാണോ അതോ ഇങ്ങനെയാണോ ശരിക്കും പാടുമ്പോൾ? പൊതുവെ ഇങ്ങനെയാണ്. ഇറ്റ് വാസ് നോട്ട് ചോസൻ. ഞാൻ എൻ്റെ സിംഗിങ് എല്ലാവരും പാട്ട് പഠിക്കുന്ന സമയത്ത് യൂഷ്വലി ഒരു സാറിൻ്റെ അടുക്കൊക്കെയല്ലേ പോകുന്നത്. ബട്ട് ഐ ഗ്രൂ അപ്പ് ഓൺ ദ കൈൻഡ് ഓഫ് എൻ്റെ അച്ഛൻ യൂസ് ടു ലിസൺ ടു എ ലോട്ട് ഓഫ് മ്യൂസിക്. അപ്പം ഞാൻ കേൾക്കുന്ന പാട്ടാണ് എനിക്ക് വഴങ്ങുന്നത്. ഞാനത് കേട്ട് ശീലിച്ച്, അല്ലെങ്കിൽ അമ്മ മാർക്കോസിന്റെ കെസ്റ്ററിന്റെയും പാട്ട് വീട്ടിലിടുമായിരുന്നു. പിന്നെ അപ്പൻ ബോബ് മാർലി, ബോബ് ഡിലൻ, റോളിംഗ് സ്റ്റോൺസ്, ഡയന റോസ്, അതൊക്കെ കേട്ട് ബേസിക്കലി രണ്ടിന്റെയും ഒരു അത്രയും ഇല്ല. മാർക്കോസും കെസ്റ്ററിന്റെ ഒക്കെ അത്രയും ഒന്നും ആയിട്ടില്ല. ദെൻ മലയാളത്തിലെ സിംഗിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ആ കൂടെ വന്നിട്ടുള്ള ഇവരുടെ ഡിവോഷണൽ മ്യൂസിക് ആയിരുന്നു. എനിക്ക് ശാസ്ത്രീയ സംഗീതം ഒരിക്കലും വഴങ്ങിയിട്ടില്ല. പഠിക്കാൻ നോക്കിയിട്ടുണ്ടോ? ബട്ട് യു ഹാവ് ടു ഹോൾഡ് സാനോട് സാ ഇങ്ങനെ പിടിക്കുമ്പം സാരി ഗമ. ദെൻ എനിക്ക് നാച്ചുറൽ ആയിട്ട് വരുന്നത് കുറച്ചും കൂടി കൂടുതൽ ഡോ റേ മി അതിലേക്ക്. പിന്നെ നമ്മള് പുറത്തൊക്കെ പഠിച്ച കാരണം യൂഷ്വലി എനിക്കൊരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാൻ ഐ വാസ് raised in Africa. My father used to work in a place called Nigeria. Adu sheri. Then I came down in the 5th grade because Nigeria lo othiri armed riots and, you know, a lot of riots. Social security. Yeah. So it was not especially for women and children, പെൺകുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ. For women folk, Nigeria at that time കുറച്ച് വിഷയമായിരുന്നു. അപ്പം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ എറണാകുളത്തെ സ്കൂളിൽ ആണെങ്കിലും ഞാൻ ചെന്ന സ്കൂളിൽ ചോയ്സ് സ്കൂളാണ്. അവിടെ എന്നെക്കാട്ടിലും വേറൊരു ഐ ഹാഡ് എ വെരി ആഫ്രിക്കൻ ആക്സെന്റ്. അവിടെ നിന്ന് വരുന്ന പിള്ളേർക്കെല്ലാം വേറൊരു NRI ആക്സെന്റ്. സോ എങ്ങനെയോ എല്ലാത്തിന്റെ ഇടയിൽ കൂടെ വളർന്നു. പക്ഷെ എന്റെ വീട്ടില് സ്ട്രിക്റ്റ് ആയി മലയാളമായിരുന്നു. എനിക്ക് മലയാളം വായിക്കാൻ അറിയാം. ഞങ്ങളുടെ വീട്ടില് നിർബന്ധമായും കുരിശു കഴിക്കുന്ന സമയത്ത് എല്ലാ പിള്ളേരും ബൈബിൾ വായിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ മലയാളം ബൈബിളാണ് വായിച്ചുകൊണ്ടിരുന്നത്. അടിപൊളി. അത് എന്തായാലും പ്രൊഫഷനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും.